ഇതേ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ചക്ക ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം പഴുത്തിട്ടുണ്ടായി കേട്ടോ, പഴുത്തു പോയത്. അപ്പോൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതുകൊണ്ട് അട ചുടാൻ പോവാണ് കേട്ടോ ഇന്ന്. അപ്പം ഇന്ന് 4 മണി പലഹാരം ചക്കയടയാണ്. കുറച്ച് ഇടനയിലൊക്കെ ഇടുക്കിന്ന് കൊണ്ടുവന്നൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇടനയിലക്കകത്ത് വെച്ച് നമുക്ക് അട ചുടാം. ഇതാ ഇടനയിലൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. പോലെ അവിടെ ഇരിക്കൂ, പോലെ. അപ്പൊ ദേ ഇത് ഞാൻ ശർക്കരയൊക്കെ ഉരുക്കി ചേർത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഗോതമ്പ് പൊടി റവ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ റവയും കൂടി ഇടുകയാണെങ്കിൽ കുറച്ച് സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഗോതമ്പ് പൊടി മാത്രം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിരിക്കും. അപ്പം നമുക്ക് ആദ്യം കുറച്ച് റവ ഇട്ട് കൊടുക്കാം. വറുത്ത റവയാണ് കേട്ടോ ഇടുന്നത്, അല്ലെങ്കിൽ നമ്മൾ മേടിച്ചിട്ട് വറുത്തെടുക്കും. ഇവിടെ വറുത്ത റവയാണ് മേടിക്കാറ്. റവയാണെങ്കിൽ ഇങ്ങ് വീർത്ത് വരുവേ. അപ്പം നമ്മൾ കുറച്ച് ലൂസായിട്ട് കുഴയ്ക്കണം. റവ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിലെന്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ജീരകം, ഏലക്ക, ശർക്കര, ചക്കപ്പഴം ഇത്ര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പിടണം. ഈ ഗോതമ്പ് കുറച്ചിട്ടാണ്, അധികം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഗോതമ്പിന്റെ ടേസ്റ്റ് ആണ് സൂപ്പർ. റവ നല്ലതല്ല. പക്ഷെ ഗോതമ്പ് ഇട്ട് കഴിയുമ്പോൾ ഗോതമ്പിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടി വന്നു കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. മധുരം ഉള്ളതുകൊണ്ട് ഉപ്പ് വലിയ അധികമൊന്നും വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാവേ. തേങ്ങയൊക്കെ ഇങ്ങനെ ചിരണ്ടി വെച്ചേക്കുന്നതുകൊണ്ട് കേട്ടോ ഇത്ര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കണത്. അല്ലെങ്കിൽ നല്ല പണിയാ. തേങ്ങ ചിരണ്ടണം, റവ വറക്കണം, എന്തൊക്കെ പണികളല്ലേ. അപ്പൊ ആവശ്യത്തിന് ഇതൊരു മുറി തേങ്ങ ഉണ്ട് കേട്ടോ. ഞാനിതങ്ങ് ഇട്ട് കൊടുക്കുക. അധികമില്ലേ. അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് കുഴച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കുറച്ചുകൂടി. ഞാൻ മിക്സ് ചെയ്തിട്ട് കാണിക്കാവേ. ഇതാണ്ടേ നമ്മുടെ റവയൊക്കെ കുഴച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇച്ചിരി ലൂസാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ റവ ഓൾറെഡി വേകുമ്പോഴത്തേക്കും വീർത്ത് വരും. അപ്പം ഭയങ്കര ഹാർഡായാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി വെള്ളം ലൂസായിട്ട് കുഴയ്ക്കുന്നത്. റവയും കൊണ്ട് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഹാർഡായി. കുഴയ്ക്കൽ പരിപാടി കഴിഞ്ഞു. അടുത്തത് ചുടലാണ്. ഇല്ലെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. പിന്നെ മധുരമാണ് മുമ്പിൽ നിൽക്കുന്നത്, അതുകൊണ്ട് പിന്നെ ഉപ്പ് അറിയത്തില്ല.